ഐജിയുടെ മകൻ ദിനേശ് ആരടാ? ഞാനാണ്ട. ഇവിടെ തന്നെ നിങ്ങൾക്കെന്താ അധികാരം? ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചോ? നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഇത് വെള്ളരിക്കപ്പെട്ടണമൊന്നുമല്ല. ഏത് തെണ്ടിക്കും എന്തും ചെയ്യാമെന്ന് വിചാരിച്ചോ? പോലീസിനെ അറിയിച്ച കമ്പി എണ്ണേണ്ടി വരും. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഡ്രൈവിംഗ് റെസ്റ്റോറന്റിൽ നിന്നാണ്. ഇവിടെ അടി നടക്കുന്നു. വേഗം വരണം. ഓക്കെ മാറടേ. പിടക്കോഴി കൂവരുത്. കൂവാനോടെ നിറയെ പൂവൻ കോഴികളുണ്ടല്ലോ. തുണയുണ്ടെങ്കിൽ കൂടാൻ പറയടേ. ആരാണ് ബഹളം ഉണ്ടാക്കിയത്? ഇവിടെ ഇതുവരെ കാണാത്ത ഒരാളാണ്. ആരാണെന്ന് അറിയാമോ? ഇല്ല. ഓഹോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അയാളെ പറ്റിയുള്ള വിവരം തരാൻ പറ്റുമോ? ആരാണെന്നറിയില്ല, പക്ഷെ ചിക്കാരിയാണെന്നറിയാം. താമസിക്കുന്ന സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ? തീർച്ചയായും. എങ്കിൽ വരൂ. ആ, നീ വീട്ടിൽ പറ്റോ? ഞാൻ പിന്നീട് വരാം. ഇതാണ് വീട്. പട്ടി കാണുക. മിണ്ടാതെ പാടോ. മിണ്ടാതെ പാടോ. സാർ പറഞ്ഞത് കേട്ടില്ലേ? യവൻ തന്നെ
നടയടാ, വെള്ളം പിടിക്കാനടാ, വയസ്സായടാ. വഴി വടക്കുപുറത്താ, പുറകെ. താങ്ക് യു വെരി മച്ച് മാഡം. ഇറ്റ്സ് ഓൾ റൈറ്റ്. വരുന്നില്ലേ? ഇല്ല, പൊയ്ക്കോളൂ. മോളെ, എന്തിനാണ് അവർ അയാളെ പിടിച്ചോണ്ട് പോയത്? വഴക്കുണ്ടാക്കിയതിന്. ശുദ്ധ അസംബന്ധം. പൊന്നുപോലത്തെ ഒരു മനുഷ്യനാ. അങ്ങേര് കാരണമായിരുന്നു എന്റെ മോള് ജീവിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അത് പറഞ്ഞാ മനസ്സിലാവില്ല. മോള് വന്ന് കാണും, അപ്പൊ മനസ്സിലാവും. ഇതാണ് എന്റെ മോള്. കുഞ്ഞവളോട് തന്നെ ചോദിച്ചു നോക്കൂ. ഇതെന്ത് പറ്റിയതാണ്? എന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ആത്മഹത്യ മാത്രമേ പോകാൻ വഴിയുള്ളൂ. എന്താണ് ഉണ്ടായതെന്ന് എന്നോടെങ്കിലും പറഞ്ഞൂടെ? എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്യാം. ഞാൻ പറയാം. തീപ്പെട്ടി കമ്പനിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞാനും അച്ഛനും കഴിഞ്ഞുകൂടിയത്. എന്റെ ചെറുപ്പം എനിക്ക് വലിയ ശത്രുവാണെന്ന് കരുതിയില്ല. ഇവിടുത്തെ ഐജിയുടെ മകൻ എപ്പോഴും എന്റെ പിന്നാലെയാ. പല വിധത്തിലും അയാൾ എന്നെ വശത്താക്കാൻ ശ്രമിച്ചു. ഒന്നിനും ഞാൻ വഴങ്ങിയില്ല. അവസാനം ഒരു രാത്രി എടാ ശശി, പിടിച്ചവനെ വണ്ടി കയറ്റണം. പേരെന്താണെന്ന് അറിയാമോ? കൂട്ടുകാർ ദിനേശ് എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടത്രേ. ഐജിയുടെ മകനാണെന്നാ തോന്നുന്നത്. ഇതാണ് പേഴ്സ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഉണ്ണിഷൻ. നീ ശരിക്കും ഇന്നലെ രാത്രി കോൾസ് വല്ല വന്നിരുന്നു? സർ, എസ്റ്റേറ്റിൽ നിന്ന് മാനേജർ വിളിച്ചിരുന്നു. സാറോട് വന്ന സ്ഥിതിക്ക് അവിടെ വരെ ചെല്ലാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. നീ ഇവിടുത്തെ ജോലി ഒരുമിച്ച് വേണ്ടേ? നോക്കാം. പിന്നെ ഉണ്ണിഷൻ, ആ പിന്നെ ഗ്യാരേജിന്റെ ഗേറ്റ് മാറ്റി ഷട്ട് ഇടിക്കാൻ പറയണം. ശരി സർ. ആ തങ്കപ്പന്റെ വീട്ടിൽ ഇൻഡീഷ്യൽ റിപ്പയർ എന്ന് പറഞ്ഞു. പോയി നോക്കി വേണ്ട ചെയ്യിക്കണം. പിന്നെ വണ്ടിയുടെ സ്പെയർ പാർട്സിന്റെ കാര്യം എന്തായി? ശരിയാക്കിയിട്ടുണ്ട് സർ. ശരി, അവരെ വിളിച്ച് ഞാൻ പോകുമ്പോൾ കൊണ്ടുപോയിക്കോളാന്ന് പറയും. ഓക്കെ? ഓക്കെ സർ. ഞാൻ ചിലപ്പോ വരാൻ വൈകിയേക്കും. നീ തീരുമാനിച്ചോ? ഒരു നല്ല കാര്യം ചെയ്ത അയാളെ കാട്ടിക്കൊടുത്തതിന്റെ കുറ്റബോധം എനിക്ക് താങ്ങാനാവുന്നില്ല. അറസ്റ്റ് ചെയ്ത വിജയൻ എന്ന ആളെ ജാമ്യത്തിൽ ഇറക്കാനാണ് ഞാൻ വന്നത്. നിങ്ങളല്ലേ അയാളെ കാണിച്ചു തന്നത്? അതെ, പക്ഷെ ഞാനൊരു തെറ്റാണ് ചെയ്തതെന്ന് പിന്നീട് മനസ്സിലായി. ശരി, നിങ്ങൾ ആരെന്നറിയാതെ ജാമ്യം നിൽക്കാൻ നിങ്ങൾക്ക് എന്ത് അർഹതയുണ്ടെന്നറിയാതെ എനിക്ക് സമ്മതിക്കാൻ പറ്റില്ലല്ലോ. എല്ലാം ഇതിലുണ്ട്. നിങ്ങൾ സൈൻ ചെയ്തേക്കൂ. താങ്ക് യു സർ. ഇറ്റ്സ് ഓൾ റൈറ്റ്.
ഋഷവളെ ഋഷവളെ സാർ ആ വിജയനെ ഇറക്കി വിട്ടേക്കൂ. 237 ആ സുന്ദര കുട്ടപ്പനില്ലയോ വിജയൻ, അദ്ദേഹത്തെ ഇറക്കി വിട്ടേരെ. രാമദേവൻ കയ്യിലേന്തും ശ്യാമപുഷ്പം ഞാൻ, കാമുകർക്കു തീനിറഞ്ഞ പാനപാത്രം ഞാൻ. രാമദേവൻ കയ്യിലേന്തും ശ്യാമപുഷ്പം ഞാൻ, കാമുകർക്കു തീനിറഞ്ഞ പാനപാത്രം ഞാൻ. ഈ രാത്രി, ഈ കാമദേവൻ കയ്യിലേന്തും ശ്യാമപുഷ്പം ഞാൻ, കാമുകർക്കു തീനിറഞ്ഞ പാനപാത്രം ഞാൻ. അജ്ഞാത സംഗീതം നീക്കാൻ വരൂ, കാമദേവൻ കയ്യിലേന്തും ശ്യാമപുഷ്പം ഞാൻ, കാമുകർക്കു തീനിറഞ്ഞ പാനപാത്രം ഞാൻ. കാമുകർക്കു തീനിറഞ്ഞ പാനപാത്രം ഞാൻ. ഈ രാത്രി, ഈ വേളയിൽ, ഈ രാത്രി, ഈ വേളയിൽ വരൂ, തുരു, വരൂ, തുരു, തുരു. കാമദേവൻ കയ്യിലേന്തും ശ്യാമപുഷ്പം ഞാൻ, കാമുകർക്കു തീനിറഞ്ഞ പാനപാത്രം ഞാൻ. എന്റെ ആശാനെ എവിടെയായിരുന്നു 2-3 ദിവസം? ഞാൻ അങ്ങോട്ട് അന്വേഷിച്ചിറങ്ങിയായിരുന്നു. 1 ദിവസം സ്റ്റേഷനിൽ കൂടേണ്ടി വന്നു. ഏത് സ്റ്റേഷനിൽ? പോലീസ് സ്റ്റേഷനോ റെയിൽവേ സ്റ്റേഷനോ? പോലീസ് സ്റ്റേഷന്റെ കാര്യമാണ് പറഞ്ഞത്. എന്ത് പറ്റിയ പോലീസ് സ്റ്റേഷനിൽ കയറാൻ? ഒരു ചെറിയ തകരാറ്. ആ, ശാന്തയില്ലേ അവിടെ? ഉണ്ടല്ലോ. ശാന്തേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ, ചൂടായിട്ടിരിക്കുക. നോക്കിയേ. എന്നിട്ട് ആശാൻ ആര് രക്ഷപ്പെടുത്തി? ഒരു ലേഡി അഡ്വക്കേറ്റ് ജാമ്യത്തിൽ ഇറക്കി. ലേഡി അഡ്വക്കേറ്റോ? ആളാരാ? ആർക്കറിയാം? നേരത്തെ അറിയോ? എനിക്ക് ആരെയും അറിയില്ല. ആരുടെ പിന്നാലെയും ഞാൻ നടക്കാറുമില്ല. അപ്പോ ഇതിലെന്തോ കണ്ണക്കളിയുണ്ട്. യാതൊരു മുൻപരിചയവും ഇല്ലാത്ത വ്യക്തി വന്ന് ആശാനെ ജാമ്യത്തിൽ ഇറക്കേണ്ട കാര്യം എന്താ? സൂക്ഷിച്ചിറങ്ങണേ. നീ എന്നെ നടത്തം പഠിപ്പിക്കണ്ട. എങ്ങനെ നടക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചോളാം. അതെ, അതാ നല്ലത്. അങ്ങനെ തന്നെ വേണം താനും. ശാന്തേ, ഞാൻ സ്നേഹം കൊണ്ട് പറഞ്ഞതല്ലേ, അതിനത്ര ദേഷ്യപ്പെടണോ? ശാന്തേ,
നീ ആശാന്റെ ദേഷ്യം തീർത്തോട്. ഇനി ഒരു തുള്ളി ദേഷ്യം പോലും അങ്ങേരി ബാക്കി കാണരുത്. അപ്പൊ കേട്ടെ, 5-6 സ്ഥലത്ത് പോയി ഫോട്ടോ എടുക്കാനുണ്ട്. ഒരു 4-5 ഗ്രൂപ്പിന്റെ കൂടെ ഗൈഡായിട്ട് പോണം. ആകെ ബിസിയാണ്. ഞാൻ താമസിച്ചേ വരൂ. വരൂ. മിസ് ഷീല മേനോനില്ലേ? കുളിക്കാണ്. ഇരിക്കൂ. താങ്ക്സ്. ഞാൻ അത്യാവശ്യമായിട്ട് പുറത്തു പോവുകയാണ്. ഈ ലെറ്റർ സാറിനെ ഒന്ന് ഏൽപ്പിക്കാൻ പറഞ്ഞാൽ മതി. ശരി. വരട്ടെ. ഒന്ന് നിൽക്കൂ. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. ബിനോദിന്റെ മാനേജറാണല്ലേ? അതെ. ഇറങ്ങട്ടെ. ആ. എന്ത് വേണം? എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ സ്ഥലം വിടണം. ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കാനാണ് വന്നത്. മാപ്പ്? ഒരു പട്ടിക്ക് ഞാൻ ഇന്ന് വരെ മാപ്പ് കൊടുത്തിട്ടില്ല. എന്നെ കളിച്ചാൽ കാലുമടക്കി തിരിച്ചടിക്കാൻ എനിക്കറിയൂ. എന്നെ കുറിച്ച് അങ്ങനെ വിചാരിക്കരുത്. എങ്ങനെ വിചാരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പൊ പുറത്തു പോകണം. പ്ലീസ് ലിസൺ മീ. കേൾക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? ഞാൻ പറഞ്ഞിട്ടേ പോവും. പുറത്ത് ഇനി ഈ വഴിക്കെങ്ങനെ കണ്ടാൽ മാപ്പ് ചോദിക്കാൻ വന്നിരിക്കുന്നു. ഓമനക്കുട്ടാ, ആ ദാ കിടക്കുന്നു. എടോ എനിക്കെടോ. ആ തിരിച്ചില്ലേ? തരാമല്ലോ. പിന്നെ പൈസ ഒക്കെ തീർന്നു പോയി. പിന്നെ ആശാന്റെ ആളെ ആശാനെ, അതെനിക്ക് എപ്പോ വേണേലും മേടിക്കാമല്ലോ. എനിക്ക് സ്നേഹിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ. എന്നെ സ്നേഹിക്കാൻ ഒന്നുമില്ല. ഞാനില്ലേ? കാശിന് സ്നേഹമില്ല പെണ്ണെ, ആർത്തിയുള്ളൂ. എന്തൊരു ഫിലോസഫി. വരൂ, നമുക്ക് കിടക്കാം. എന്റെ കടപ്പാട്ടൂരപ്പാ, നാളെ ഇയാള് കടവാവല് ചപ്പി അമ്പഴങ്ങ പോലാവുമല്ലോ. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെടാൻ ഞാൻ ഒരിക്കൽ സ്നേഹത്തിന് വേണ്ടി എത്രമാത്രം ദാഹിച്ചിരിക്കുന്നു. ഇപ്പൊ എന്താണാവോ എന്നെ കാണാൻ ഇത്ര ശ്വാസം മുട്ടൽ? അമ്മാവനും അമ്മായിയല്ലേ, ആ സ്നേഹം എന്തായാലും ഉണ്ടാവില്ലേ? സ്നേഹം അത് കിട്ടിയിരുന്നെങ്കിൽ ഞാനിങ്ങനെ ആവില്ലായിരുന്നു. എന്ത് സ്നേഹമാണ് ഹേ എന്നെ കിട്ടിയിട്ടുള്ളത്? അമ്മായിയുടെ മക്കളെ അവർ താലോലിക്കുമ്പോഴും കൊഞ്ചുമ്പോഴും അതൊക്കെ അനുഭവിക്കാൻ എന്റെ മനസ്സ് എത്രമാത്രം തുടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ആ എന്നെ ജയിക്കാൻ അറിയാത്ത മണ്ണിലേക്ക് പറിച്ചു നട്ട ദുഷ്ടന്മാരാണവർ. ബോർഡിങ്ങിൽ ചേർക്കുമ്പോൾ അവർ എന്താ പറഞ്ഞത്? മിടുക്കനാവൻ, കാര്യപ്രാപ്തി ഉണ്ടാവൻ. റബ്ബിഷ്. അതൊക്കെ ഇപ്പോഴും ഓർത്തുകൊണ്ടിരുന്നാലും മറക്കാൻ പറ്റില്ല. അന്ന് ഞാൻ മൈനർ ആയതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മേഘനായപ്പോഴേക്കും അച്ഛന്റെ ആത്മസുഹൃത്ത് അഡ്വക്കേറ്റ് മാധവമേനോനില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ തെരുവിലായനെ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. സംഭവിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറയടോ. ഇന്ന് സ്നേഹമില്ലെങ്കിലും എനിക്ക് പണമുണ്ട്. പണം കൊണ്ട് കിട്ടാവുന്നതൊക്കെ ഞാൻ നേടിയെടുക്കും. ഇപ്പോഴാണ് തിരിച്ചു വിളിക്കാൻ തോന്നിയത്. ഇന്ന് എനിക്ക് താമസിക്കാൻ വലിയ ബംഗ്ലാവുണ്ട്. അഡ്വക്കേറ്റ് മാധവമേനോൻ ചിലവന്റെ പണവും തരുന്നുണ്ട്. ആ അത്രയൊക്കെ മതി. എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് ചെല്ലാനാ എന്നെ പറഞ്ഞേച്ചത്. എന്തിന്? കൊല്ലാനോ? അത്ര എളുപ്പം ചാകുന്ന ജാതിയല്ല ഞാൻ. ഞാനങ്ങോട്ടില്ലെന്ന് പറഞ്ഞേക്കേ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എന്റെ കൂടെ വന്നേ പറ്റൂ. പുറത്ത് അയാളുടെ ഒരു ശുപാർശ. അല്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഓണം.
നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? എനിക്കറിയില്ല. നിങ്ങൾ പോകൂ. ഇവിടെയും എനിക്ക് സ്വസ്ഥത ഇല്ലാതാക്കരുത്. അത് എനിക്കും പറയാനുള്ളൂ. ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടാണോ? ശാരീരികമായി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ പറഞ്ഞു വരുന്നത്? അയാളോട് നിങ്ങൾ സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടു. അതിന് എന്റെ സ്വസ്ഥത എനിക്ക് നഷ്ടപ്പെട്ടു. എങ്ങനെ? എനിക്കറിഞ്ഞൂടാ, സത്യമായി എനിക്കറിഞ്ഞൂടാ. ഐ തിങ്ക് I love you. എന്തോ ചെയ്യുന്നു? ഒന്നും ചെയ്യാൻ മുടിയാതെ കിടക്കാണ്ട്. പാവം, എന്തുമാത്രം ജോലി ചെയ്തുകൊണ്ടിരുന്നതാ. പണത്തിക്ക് രണ്ട് കഷ്ടമായിരിക്കും. എനിക്ക് അതിനേക്കാൾ കഷ്ടമാ. ശമ്പളം, പ്രോവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ലോണ്, ലൈസൻസ്, LIC ഇതെല്ലാം പോയിട്ടൊരു പോലീസുകാരൻ എന്തോ കിട്ടാനാ. ചിറ്റപ്പോ 1000 രൂപ കൊടുങ്കേ. 1000 10,000 തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിന്റെ തള്ള അന്ന് എന്നോട് അങ്ങാ പെരുമാറിയിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, നിവർത്തിയില്ല. ഏതായാലും നീ പോ. നിന്റെ തള്ള ചാവുന്നതിന് മുമ്പ് ഞാൻ വന്ന് കണ്ടോളാമെന്ന് പറ. പണം എല്ലാം എപ്പടി ചിറ്റപ്പ പോறது? എന്ന് പറഞ്ഞാ കാശ് ഞാൻ സമ്പാദിക്കണേ. ചിറ്റപ്പായും പോലീസുകാരും കുന്തം പണ്ണവരില്ല പോടും. ഞാനും തൊന്നറവ് പണ്ണൂല്ല, ഇവിടുത്തെ പോലീസുകാരും തൊന്നറവ് പണ്ണൂല്ല. നീ ധൈര്യമായിട്ട് പോ. തള്ളയുടെ മോള് തന്നെ. സാറേ, ഇതും സാറിന്റെ മോളാണോ? പണ്ട് കുമളിയിൽ ഞാനുണ്ടായിരുന്നു, SI അദ്ദേഹം ഉണ്ടായിരുന്നു, നിന്നെപ്പോലെ കുറെ പോലീസുകാരുണ്ടായിരുന്നു. ആ കാര്യത്തിൽ എനിക്കിപ്പോഴും ഭയങ്കര കൺഫ്യൂഷനാണ്. എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ. അതാ ഞാനും ആലോചിക്കുന്നു. കുറച്ചു ദിവസം ആയല്ലോ ഇങ്ങോട്ട് വന്നിട്ട്. ഇനി നമ്മളിങ്ങനെയുള്ള ബന്ധമല്ലെന്ന് പറഞ്ഞോ? അതെങ്ങനെ? പാതി ബോധത്തിലല്ലേ നടപ്പ്, പിന്നെ എങ്ങനെ അറിയാനാ? ഏതായാലും വിടാൻ പറ്റില്ല. പൊന്മുട്ടയിടുന്ന താറാവാ. ഞാൻ എങ്ങനെ ജീവിക്കും? നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വാ. ഇതുവരെയും അങ്ങേരുണ്ടായിരുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. വരാതായപ്പോ സുലുവിന് തന്നെ ബുദ്ധിമുട്ട്.
കുട്ടയിലിരുന്നതും പോയി, ഒറ്റാലി കിടന്നതും പോയി. ഈ കാര്യം പറ ഓമനെ. ശാന്ത നെഞ്ചത്തടിച്ച് കരയുക. ഭർത്താവെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കോന്ത മെഡിക്കൽ കോളേജിൽ ചെന്ന് ഒപ്പിട്ട് കൊടുത്താൽ മതി. അവർ രണ്ടും രണ്ട് പാത്രമാക്കി തരും. നിനക്ക് വേണമെങ്കിൽ പറ, ഞാൻ ഒപ്പിട്ട് തരാം. കുറെ കാലമായി ഒന്ന് ഒപ്പിട്ടിട്ട്. എനിക്കാവും, ഞാൻ ഇട്ടോളാം. വയ്യാതാവുമ്പോ വിളിക്കാം. ഇതല്ല, 10 ചില്ലറ തന്നോണ്ടിരുന്നവൻ വലിഞ്ഞു. അബ്സ്കാൻഡിക്ക് കേസെടുത്ത് കളയാം. അതുകൊണ്ടാ കേസെടുത്താ ഞാനും അവളും അകത്താ. ഇനി പുകഞ്ഞ കൊള്ളി പുറത്ത്, പുകയാത്ത ഒരു കൊള്ളി കൊണ്ടത്താ. റിട്ടയർഡ് ഡിവൈഎസ്പി ഭാര്യ മരിച്ചിരിക്കുക. ഭയങ്കര കാശുകാരനാ. ഇപ്പോ പരമഭക്തനാ. ഇപ്പൊ ആശ്രമവുമായിട്ട് കഴിഞ്ഞു കൂടുക. ചുമ്മാ ഇരിയണ്ണ. ആഴ്ചയിൽ 7 ദിവസം ഭക്തിയോ? ഭക്തി ഇല്ലാത്ത ദിവസം കാണും. അപ്പൊ തപ്പിക്കൊണ്ട് തപ്പിത്തരാം. ഒന്നും നിർത്തണേ. പേടി വണ്ടി കാലി ചുറ്റി. എന്തോ നാശനെ, എത്ര ദിവസമായി ആ വഴിക്ക് കണ്ടിട്ട്. എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. ഒഴിയൊന്നും പറയണ്ട. അസുഖത്തിന് പറ്റിയ മരുന്ന് വീട്ടിലുണ്ട്. എന്നെ കുടിക്കരുത്, നമുക്ക് പോയി കഴിക്കാം. ഇന്ന് വരാം. എനിക്ക് ആർക്ക് പരിചയമുണ്ടോ? ഉണ്ടോന്നു? കസ്റ്റമറാ, വമ്പം പാർട്ടിയോ. ഒരു ദിവസം പുള്ളിക്കാരൻ ലോക്കപ്പിലായിരുന്നല്ലോ. അതെനിക്കറിയാം. ഇതുപോലത്തെ 100 ലോക്കപ്പിൽ നിന്നും പുല്ലുപോലെ ചാടാൻ മാത്രമുള്ള കാശും സ്വാധീനമുള്ള പാർട്ടിയാ. പക്ഷെ ഇപ്പോഴെന്തോ ഒന്ന് ഇടഞ്ഞു നിൽക്കുക. പിടി. എന്താ? ഈ പാർട്ടിയാണ് ജാമ്യത്തിൽ ഇറക്കിയത്. ഒരു ലേഡി അഡ്വക്കേറ്റ് ആയിരുന്നു. കാണാനും കൊള്ളാം. പുള്ളിക്കാരത്തിയെ ഇയാളോടൊപ്പം പല പ്രാവശ്യം ഞാൻ കാറിൽ കണ്ടിട്ടുണ്ട്. എന്റെ ഏറ്റുമാനിരപ്പാ, കളം മാറി ചവിട്ടിയോ? എന്റെ പുഞ്ചയില് മട വീണോ? അങ്ങനെ എനിക്ക് തോന്നുന്നേ. അല്ലണ്ണ, ഇതങ്ങനെ വിട്ടാ പറ്റില്ല. എങ്ങനെയെങ്കിലും ഈ മട വെട്ടി അടയ്ക്കണം, ഇല്ലെങ്കിൽ ഞാൻ തെണ്ടി പോവും. കാശുണ്ടോ കയ്യിൽ? കുറച്ചുണ്ട്. അവിടെ കയ്യില് എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യണമെങ്കിൽ പട്ട തന്നെ വേണം. പായസം ആയാലോ? കാര്യം നടക്കില്ല. ശരി, പട്ട. ഇത്ര വേഗം മടുത്തോ? താൽക്കാലികമായി കിട്ടുന്ന സുഖത്തെക്കാളും ശാശ്വതമായ ഒരു സുഖം എന്നെ തേടി എത്തുമ്പോ എനിക്ക് മറ്റൊന്നിനോടും താല്പര്യം തോന്നുന്നില്ല. ശാശ്വതമാണെന്ന് തോന്നുന്നത് പിന്നീട് താൽക്കാലികമാണെന്ന് തോന്നിയാലോ? ദിവസങ്ങളുടെ പരിചയമേ ഉള്ളുവെങ്കിലും എന്റെ മനസ്സലിച്ച ഈ ചൂട് താൽക്കാലികമാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ എന്നെ കണ്ടെത്തില്ലായിരുന്നുവെങ്കിൽ മനുഷ്യപ്പറ്റില്ലാത്ത ഒരു മുരടനാവുമായിരുന്നു ഞാൻ. പുറന്തോട് കട്ടിയുള്ളതാണെങ്കിലും മനസ്സിന്റെ മാർഗവും മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായില്ല. ഇങ്ങനെ ഒരു മാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ കോട്ടടച്ചപ്പോ ഏട്ടൻ ടൂറിന് പോകുന്നതറിഞ്ഞ് ഞാനും കൂടെ പോന്നു. കൂട്ടിന് രജനിയും വിളിച്ചു. സത്യത്തിൽ നിന്റെ ചേട്ടനോടാണ് നന്ദി പറയേണ്ടത്. എന്റെ ജീവിതത്തെ തിരുത്തി എഴുതാൻ നിന്നെ ഇവിടെ എത്തിച്ചതിന്. എത്ര ദിവസം കൂടി ഇവിടെ ഉണ്ടാവുമെന്ന് ഇപ്പോഴും എനിക്കറിഞ്ഞൂടാ. നീ എവിടെ പോയാലും പിന്നാലെ ഞാൻ അവിടെ എത്തും. നിന്നെ കാണാതെ എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. സത്യമാണോ ഈ പറഞ്ഞതല്ല? ഇത് നല്ല തമാശ. കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? അതിന്റെ തലയിൽ എടുത്ത് വീഴണം. അതിന്റെ തലേ വീഴില്ല, ഇതിന്റെ തലേ വീഴും. അല്ല, നമ്മുടെ തലേ വീഴും. അല്ല, വീണു. ഓമനക്കുട്ടാ, ഓ, എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് കാണണമല്ലോ. അതിനാണ് ഒരു വഴി ഞാനും ആലോചിക്കുന്നത്. തട്ടിക്കളഞ്ഞാലോ? കയറ് നമ്മുടെ കഴുത്തിലാ വീഴുക. അതിന് ഞാൻ വിടുവോ? കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണം. ആ, നമ്മുടെ ഭഗവാൻ കൃഷ്ണപിള്ള വിചാരിച്ചാൽ വല്ലതും നടക്കോ? ഞങ്ങളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഏതായാലും നീ സമാനമായിട്ടിരിക്കും. എന്തെങ്കിലും കാരണവശാൽ ആ വിജയ് ഇവിടെ വന്നാൽ എങ്ങനെങ്കിലും ഒന്ന് മൈക്ക് ഇരുത്തിക്കോണം. അക്കാര്യം നീ മിടുക്കിയാണെന്ന് എനിക്കറിയാം. ബാക്കി ഞാൻ ഏറ്റു. ഒരു 10 റുപ്പീസ് തരും. ഭഗവാനെ പോയി കാണും. ഹായ്. ഹലോ മാഡം. എന്ത് വേണം? ചോദിച്ചാ തരുമോ? ചോദിക്കാതെ തന്നെ വാങ്ങിക്കുന്ന ലക്ഷണമുണ്ട്. ഇപ്പോ ഞങ്ങളും അല്പം വരൾച്ചയിലാണ്. എന്താണോ വരേണ്ടത്? എങ്കിലത് നനച്ചു തരാം.
നീനെ വിട്. വരൂ ഡാർലിംഗ്, ഞാൻ വിടില്ല. എത്ര ദിവസമായി അതുവരെ ഒന്ന് വന്നിട്ട്? പിന്നെ വരാമെന്ന് പറഞ്ഞില്ലേ? തൽക്കാലം നീ പോ. എന്നെ തല്ലിയാലും വിരോധമില്ല, ഞാൻ കൂട്ടിക്കൊണ്ടേ പോകും. വരൂ. ഇവളാണല്ലേ പുതിയ മേനക? എന്താ പിടിച്ചില്ലേ? നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം. പിന്നെന്തിനാക്കുന്നത്? ഇപ്പൊ തന്നെ അയക്കോ? പഴയതൊക്കെ പുതുക്കാൻ വന്നതായിരിക്കുമല്ലേ? അതെ, പക്ഷെ എന്റെ മാറ്റം അവരാരും മനസ്സിലാക്കിയില്ല. ഞാൻ മനസ്സിലാക്കിയല്ലോ. കാലം ചെല്ലുമ്പോ അവരും മനസ്സിലാക്കും. ഇതെന്താ ആകെ വീർത്ത് കുളിച്ചിരിക്കുന്നത്? വരുന്ന വഴിക്ക് ഒരു ചെറിയ സ്റ്റണ്ട് നടത്തി, അതിന്റെ അടയാളമാ. ഏതായാലും എനിക്കൊന്ന് കുളിക്കണം. കുളിപ്പിച്ചു തരണോ? കള്ളൻ മോഹം കണ്ടില്ലേ? മഞ്ഞുമൂടും കുന്നിലേതോ മാൻകിടാവായി നീ നിൽക്കെ, മാനസത്തിൻ വിണ്ണിലേതോ മാറിവില്ലായി നീ നിൽക്കെ. എന്റെ സ്വപ്നം പൂക്കുന്നു, എന്റെ മൗനം പാടുന്നു. എന്റെ സ്വപ്നം പൂക്കുന്നു, എന്റെ മൗനം പാടുന്നു. നിന്റെ മിഴികൾ എന്റെ ഉള്ളിൽ പ്രേമ കവിതകൾ എഴുതുമ്പോൾ, നിന്റെ മിഴികൾ എന്റെ ഉള്ളിൽ പ്രേമ കവിതകൾ എഴുതുമ്പോൾ, മഞ്ഞോടും കുന്നിലേതോ മാൻകിടാവായി നീ നിൽക്കെ, മാനസത്തിൻ വിണ്ണിലേതോ മാറിവില്ലായി നീ നിൽക്കേ. മെല്ലെ തലോടവേ പൂക്കൾ വിലാസമാടവേ, തെന്നൽ മെല്ലെ തലോടവേ പൂക്കൾ വിലാസമാടവേ. സന്ധ്യാരാഗം പാടിയവേ തെന്നിയൊഴുകും ചാരുവേ, കരളിൽ കുളിരിൻ അലകൾ പകരും, കരളിൽ കുളിരിൻ അലകൾ പകരും അഴകേ. അറിയൂ നീ, അണയൂ നീ, തിരുമധുരം മഞ്ഞുമൂടും കുന്നിലേതോ മാൻകിടാവായി നീ നിൽക്കേ, മാനസത്തിൻ പിന്നിലേതോ മാറിവില്ലായി നീ നിൽക്കേ. ആകാശത്തിൻ വീതിയ കന്യാതടങ്ങ തളിച്ചവീ, അനുരാഗത്തിൻ വീതിയ കന്യാതടങ്ങ തളിച്ചവേ. ലജ്ജാലോലം വർണ്ണ തിലകം മണ്ണിനരുളും ദേവതേ, അമൃതിൻ നദിയിൽ കുളിച്ചു കയറും, അമൃതിൻ നദിയിൽ കുളിച്ചു കയറും കലികെ. ഇടരൂ നീ, നിറയൂ നീ, പ്രിയ പ്രിയ കരമെന്നിൽ മഞ്ഞുമൂടും കുന്നു
വിണ്ണിലേതോ മാൻകിടാവായി നീ നിൽക്കേ, മാനസത്തിൻ വിണ്ണിലേതോ മാറിവില്ല നീ നിൽക്കേ. എന്റെ സ്വപ്നം പൂക്കുന്നു, എന്റെ മൗനം പാടുന്നു, എന്റെ സ്വപ്നം പൂക്കുന്നു, എന്റെ മൗനം പാടുന്നു. നിന്റെ മിഴികൾ എന്റെ ഉള്ളിൽ പ്രേമ കവിതകൾ എഴുതുമ്പോൾ, നിന്റെ മിഴികൾ എന്റെ ഉള്ളിൽ പ്രേമ കവിതകൾ എഴുതുമ്പോൾ, മഞ്ഞുമൂടും കുന്നിലേതോ മാൻകിടാവായി നീ നിൽക്കേ, മാനസത്തിൻ വിണ്ണിലേതോ മാറിവില്ലായി നീ നിൽക്കേ. ഇനി ഒരുപാട് ദൂരമുണ്ടോ ഓമനെ? വീട് അടുത്തടുത്ത് വരുന്നുണ്ട്. വീട് അടുത്തടുത്ത് വരുന്നത് എനിക്ക് കണ്ടൂടല്ലോ. അണ്ണൻ വെള്ളമാ, അതുകൊണ്ടാ കാണാത്തെ. പക്ഷെ എനിക്ക് കാണാം. നിനക്ക് കാണാമെങ്കിൽ നീ പോ, ഞാൻ വരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കോ? അണ്ണനും കൂടി കൂട്ടിന് വരണം. ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലത്. അവിടെ നിന്ന് ഓടിയെങ്കിലും രക്ഷപ്പെടാമല്ലോ. ഈ കണ്ടീഷനിൽ എങ്ങനെ ഓടാൻ? ഏത് കണ്ടീഷനായാലും ശരി, തല്ലു ഒഴുമ്പം താനേ ഓടിക്കോളും. അണ്ണനും കൂടി ഉണ്ടെങ്കിൽ കിട്ടുന്നത് 2 പേർക്കുമായിട്ട് വീതിച്ചെടുക്കാം. ഓമനെ, ഈ യൂണിഫോം ഇട്ടുകൊണ്ട് തല്ലാനേ പറഞ്ഞിട്ടുള്ളൂ, തല്ല് കൊള്ളാൻ പറഞ്ഞിട്ടില്ല. ഉറക്കം വരുന്നു, നീ പോ. തിന്നാനും കുടിക്കാനും കൂടെ കൂടിക്കോളും. ഒരത്യാവശ്യം വന്നപ്പോ തനിക്ക് താനും പൊരയ്ക്ക് തൂണും. ബഗൻ കാട്ടു വന്നുപോലെ പോകുന്ന കണ്ടില്ലേ? ഒരാളും കൂടെ കൂട്ടിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാ? ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങിവാടാ. താനൊരാണാണോ എങ്കിൽ ഗേറ്റിന് പുറത്തിതാ ഒരാണ് നിൽക്കുന്നു, നേരിട്. എടോ വിജയ്, നിഷ്കളങ്കതയുടെ പര്യായമായിരുന്ന എന്റെ ശാന്തയെ നശിപ്പിച്ച ദുഷ്ട, നിന്റെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും. ശാന്തിയും സമാധാനവും കളിയാടിയിരുന്ന എന്റെ ഗൃഹാന്തരീക്ഷത്തിൽ വേദനയുടെയും വിരഹത്തിന്റെയും വിത്തുപാകിയ കശ്മല എത്രയും വേഗം വന്ന് എന്റെ ശാന്തയ്ക്ക് ശാന്തിയേകൂ. വെളുക്കച്ചിരിക്കുന്ന വെള്ള പിശാചെ, എടാ അജകുഞ്ച കുജി. രാത്രി കിടന്ന് ബഹളമുണ്ടാക്കതേ പോകുന്നതാ നല്ലത്. പോകാനോ? തനിക്ക് 2 തന്നിട്ടേ ഞാൻ പോവും. തന്നിട്ട് പോവും. ആ 1 2 മതിയോ? മതിയായേ, തൃപ്തിയായി. ഓടോ. അപ്പോ ചേട്ടന്റെ വർക്ക് കഴിയാറായോ? അതെ, ഒരാഴ്ചക്കകം തീരും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ദിവസം കൂടി താമസിക്കാവുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ സ്ഥലം വല്ലാതെ ഇഷ്ടപ്പെട്ടു ചേട്ടാ, വിട്ടു പോകാനേ തോന്നില്ല. ആ, അത് കുഴപ്പമാ. ഇഷ്ടപ്പെടുന്നത് കൊള്ളാം. ഇഷ്ടം വല്ലാതെ കൂടുതലായാൽ അപകടമാണ്. അധികമായാൽ അമൃതം വിഷമെന്നല്ലേ പറയാറ്. ചേട്ടൻ പണ്ടേ അരച്ചിക്കണ. ആണേ, നിങ്ങളെ പോലെ രസിക്കാനുള്ള പ്രായമൊന്നുമല്ല എന്റെ. ഇക്കാലത്ത് കിളവന്മാരെ ജോലി അടിക്കുന്ന കാലം. 2 കുട്ടികളായപ്പോഴേക്കും കിളവനായിരുന്നു ഫീൽ ചെയ്യുന്നതാ കഷ്ടം. സത്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ആ, സമയം 12 ഞാൻ കിടക്കാം. ഉറങ്ങാറായെങ്കിൽ കിടന്നോ, ഇല്ലെങ്കിൽ ലാത്തി അടിച്ചിരുന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എത്ര മനോഹരമായ സ്ഥലം. ഇവിടെ ചെറിയൊരു വീട് വെച്ച് നമുക്ക് താമസിക്കാം. ഞാനിപ്പോഴേ റെഡി. അങ്ങനെയാണ് ഷാജഹാൻ ഈ മണ്ഡപം തീർത്തത്. അതിനുശേഷം നമ്മളാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. വരൂ, നമുക്ക് പോവാം. എന്തിനാ ചേച്ചിയില്? വരൂ. നമുക്ക് ഓഹോ,
എനിക്ക് പറയാനുള്ളത് പറഞ്ഞു തീർത്തല്ലാതെ മാറാൻ ഉദ്ദേശമില്ല. പറയുന്നത് എനിക്ക് കേൾക്കണ്ടെങ്കിലോ? കേൾപ്പിക്കും. ഓ, ഭീഷണിയാണോ? അങ്ങനെ തന്നെ വെച്ചോ. നിന്റെ വീട്ടിൽ നിന്ന് എന്നെ ആട്ടിപ്പുറത്താക്കിയ നിന്റെ ചേട്ടനുണ്ടല്ലോ, അവൻ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. കള്ളും കുടിച്ച് തല്ലുണ്ടാക്കി കണ്ടവന്റെ ഒക്കെ തിന്നു നടക്കുന്ന ഒരു എരപ്പാളിയാണ് താനെന്ന് എന്റെ ചേട്ടന് പണ്ടേ അറിയാം. ആ എരപ്പാളി വിചാരിച്ചാൽ പലതും നടക്കുമെന്ന് ആ ശുംഭൻ അറിയില്ല. നീളവും വണ്ണവും കണ്ട് പേടിക്കുന്ന കൂട്ടത്തിലല്ല എന്റെ ചേട്ടൻ. വഴിയിൽ മാറ്. ഞാൻ നിന്റെ മുറച്ചെറുക്കനാണെന്ന് മറക്കണ്ട. അങ്ങനെ ഒരു മുറയുണ്ടെങ്കിൽ കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തുന്നതല്ലല്ലോ മര്യാദ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിന്നെ ഞാൻ കെട്ടുമെന്നുള്ളത് തീർച്ചയാണ്. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെക്കുന്നതാ നല്ലത്. നോക്കാവിടെ വഴിയിൽ മാറുക. ഞാനിന്ന് കൂവി വിളിച്ചാൽ നാട്ടുകാരുടെ തല്ലുകൊണ്ട് തന്റെ എണ്ണ വെള്ളമാവും. എടേ, കറുത്ത കോട്ട് വിട്ടോണ്ട് വിലസ് നടക്കാമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ലടി. മറ്റൊരുത്തന്റെ കൂടെ സൂഹിക്കാമെന്ന് വെച്ചാൽ ഈ വാസു ജീവിച്ചിരിക്കുമ്പോ സാധിക്കില്ലെന്ന് ഓർത്തോടി. അന്ന് കുറെ കടുത്ത് സംസാരിച്ചതുകൊണ്ട് അയാൾക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണ്. മുഖത്തടിച്ച പോലെ സംസാരിച്ച് നന്നായി. സത്യത്തിൽ എനിക്ക് അയാളെ പേടിയാണ്. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു തെമ്മാടിയാണ് അയാൾ. ഇങ്ങനെ പേടിച്ചാൽ ജീവിക്കാൻ ഒക്കുമോ? ആട്ടെ, അയാൾക്ക് അങ്ങനെ ശീലം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. എനിക്കും പിടികിട്ടാത്തത് അതാണ്. ഒരു പക്ഷേ ചേട്ടൻ എവിടേക്കാണ് പോയതെന്ന് നാട്ടിൽ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ടാവും. ഏതായാലും ശീല പേടിക്കണ്ട. ശീലയെ തൊട്ടാൽ പൊള്ളുമെന്നുള്ള ബോധം ഞാൻ അവനിൽ ഉണ്ടാക്കിക്കോളാം. പോരെ? അയാളൊരു മൂർഖം പാമ്പാണ് വിജയ്. പകയുള്ള ഇനം. പത്തി തല്ലിച്ചതയ്ക്കാൻ ശക്തിയുള്ള ആളുണ്ടല്ലോ, പിന്നെന്തിനാ പേടി? ഈ കൈക്കുള്ളിൽ ഞാൻ ഇന്നും സുരക്ഷിതയാ. അതെനിക്കറിയാം. ആരാ ആ ശീല എവിടെയല്ലേ താമസം? എന്താ കാര്യം? എനിക്ക് അവളെ ഒന്ന് കാണണം. നിങ്ങളാരാ? അവളുടെ കെട്ടിയോൻ. മാഡം, മാഡത്തിന് കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ഇരിക്കണം. എന്തിനാണ് വിളിപ്പിച്ചത്? മാഡത്തിനെ കാണാൻ വന്നതാ. ഇയാൾ ആരാ? എനിക്കറിയില്ലല്ലോ. നിനക്കെന്നെ അറിയില്ല അല്ലടി? നേരെ അറിയിച്ചാടി. മിസ്റ്റർ, മര്യാദയ്ക്ക് സംസാരിക്കണം. ഇയാൾക്ക് വട്ടാണെന്ന് തോന്നുന്നു. വാട്ട് നിന്റെ തന്തക്കായിരുന്നടി. നീ സുഖിക്കാമെന്ന് വിചാരിച്ചു വന്നതാണല്ലേ? നിന്നെ ഞാൻ സുഖിപ്പിക്കാൻ വിടി. ഇറങ്ങി പോടോ. എടോ പോടോന്ന് വിളിച്ചാണല്ലോ ആഴ്ച എന്റെ പല്ലി ഞാൻ തെറിപ്പിച്ചോളി. പാട്ടി കാക്കാൻ മറ്റൊരുത്തിയെ കണ്ടപ്പോ അവനെന്നെ മറന്നു. നന്ദി കെട്ടവേ. വക്കീലിനെ കണ്ടപ്പോ ഗുമസ്തനെ തഴഞ്ഞു. അത്ര തന്നെ. അവൾക്ക് എന്താ ഇത്ര പ്രത്യേകത? അവക്ക് LLB ഉണ്ട്. LLB-യോ? ആ, LLB നിയമ ഡിഗ്രി. നിനക്കതുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ അവൻ നിന്റെ ചൊൽപ്പടിക്ക് നിന്നേനെ. ഇത്രയും കാലം എനിക്കത് ഉണ്ടായിട്ടല്ലേ അവൻ നിന്നത്. എന്നെ കളിപ്പിച്ച് കടന്നു കളയാനാണ് ഭാവമെങ്കിൽ അവനെ ഞാൻ... പല്ല് കടിക്കാതെ വെപ്പുവല്ലാണ് പൊട്ടിപ്പോവും. നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. ഈ ഞാനിവിടെ ഇരിപ്പില്ലേ, അവനെ അല്ല അവന്റെ തന്റെ വരെ മര്യാദ പഠിപ്പിക്കാൻ എനിക്ക് കഴിയും. നിങ്ങളുടെ കഴിവിനെ പറ്റിയൊന്നും പറയണ്ട. ഇക്കാര്യത്തിൽ ഭഗവാൻ കൃഷ്ണപിള്ളയെ ആശ്രയിച്ചാലോ? അയ്യോ, പുലിവാല് പിടിക്കല്ലേ. ഭഗവാനെ പറ്റി എന്തൊക്കെയോ കംപ്ലൈന്റ് പോയിട്ടുണ്ട്. വെളുക്കാൻ തേച്ചത് പാണ്ടാവും. അത്ര കിരണം കെട്ടവനാ കാറ്റ്. പിന്നെ എന്താ ഒരു വഴി? അവനെ ഒരു പാഠം പഠിപ്പിക്കാതെ എനിക്കിരിപ്പുറക്കില്ല. ഇവിടെ ഇരിപ്പുറക്കുന്നില്ലെങ്കിൽ അങ്ങോട്ട് മാറി ഉറപ്പിക്കും. നീ സമാധാനമായിട്ടിരിക്കെ. എന്തെങ്കിലും മാർഗമുണ്ടോന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഒരു 10 rupees എന്ന് ശ്രമിക്കാൻ. എത്രയായി? 25 രൂപ 50 പൈസ. 20 രൂപയുണ്ട്. ബാക്കി നാളെ രാവിലെ വരാം. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നിങ്ങളെ ഇതിനു മുമ്പേ കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ തന്നെ ഉണ്ട്, എങ്ങും പോവില്ല. ബാക്കി നാളെ രാവിലെ വരാം. അതൊന്നും ഇവിടെ പറ്റില്ല. ഉടക്കരുത്. നമ്മുടെ വീട്ടിലേക്ക് പറ്റിയ പാർട്ടിയാണല്ലോ. എട്ടടി വീരൻ. നേരെ ചൊവ്വെ പറഞ്ഞാ കേട്ടില്ലെങ്കിൽ പിന്നെ ഈ വാസു ഏത് പോക്കിരിത്തരത്തിനും തയ്യാറാവും. ജ്യേഷ്ഠ, എന്താ ചേട്ടാ ഇത്? ഔസപ്പേട്ട, ഈ ചേട്ടൻ എത്ര തരാമുണ്ട്? 5 രൂപ 50 പൈസ. പിടിച്ചോ. ചേട്ടൻ വന്നാട്ടെ. അല്ല, ഉടക്കാനാണ് ഭാവമെങ്കിൽ അതൊന്ന് കാണാമല്ലോ. അയ്യേ, ചാരായ ഷാപ്പി വെച്ച് തല്ലുണ്ടാക്കിയവനെന്നെ നാട്ടുകാര് പറയൂ. നമുക്കൊന്ന് പരിചയപ്പെടാം. വന്നാട്ടെ. അവന്റെ പണപ്പെട്ടി. അത് പണപ്പെട്ടിയല്ല ചേട്ടാ, അവന്റെ ശവപ്പെട്ടിയാ.
അവനെ ഒന്ന് കാണിച്ചു തന്നാ മതി. അവന്റെ കൈയും കാലും തല്ലി ഓടിക്കുന്ന കാര്യം ഞാൻ ഏറ്റി. കഷ്ടം, പിന്നെ എഴുന്നേറ്റ് കിടക്കാൻ പറ്റില്ലല്ലോ. എഴുന്നേറ്റ് നടക്കാൻ പാടില്ല. ആ ശരിയാ, നമുക്ക് സൂപ്പ് വെക്കാൻ പാകത്തിലാക്കി തരും ഈ ഭീമസേനൻ. വലിയ ചട്ടമ്പിമാര് വരെ എന്റെ മുമ്പിൽ മൂത്രമൊഴിക്കും. പിന്നെയല്ലേ പീറ പോലത്തെ ഈ ചെറുക്കാൻ. അതാളെ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. വേറെ എവിടെയും താമസിക്കാതെ ഇവിടെ തന്നെ കൂടിയാൽ മതി. പിന്നെ ഇവിടെ മൂത്രമൊഴിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഈ വീട്ടില് ബെഡ്റൂമിനേക്കാൾ കൂടുതൽ ബാത്റൂമാ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇവിടെ തന്നെ കൂടുന്നോ? അത് വേണോ? ശാന്ത പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കി ആശാനെ. ഇവിടെ ഒരു അസൗകര്യവും ഇല്ല. ഒരു കല്ലിന് 2 മാങ്ങായാ. മാങ്ങയോ? ആ, ആശാൻ അവളും ഞങ്ങൾക്ക് അവനും. ശാന്തേ, വേഗം അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ശരി. പൊയ്ക്കോ പൊയ്ക്കോ. വരൂ. പിടിച്ചോളേ, ആശാൻ വീഴും. ആള് ഡിസ്റ്റിലറിയാ. ഡിസ്റ്റിൽ കൊണ്ടുപോകും. വേഗം കൊണ്ടുപോയിക്കോ. തീപ്പട്ടി തീപ്പട്ടി. നീ എന്റെ കയ്യിൽ രക്ഷപ്പെടുമെന്ന് നോക്കണം. എല്ലാം പിടുങ്ങടി. എന്താ തേടുന്നത്? തിരക്കിനിടയിൽ താക്കോൽ എവിടെ മറന്നു വെച്ചു. ഞാൻ വിചാരിച്ചു ഹൃദയമായിരിക്കുമെന്ന്. തെരഞ്ഞു നോക്കുന്നില്ലേ? വേണ്ട, ആശിച്ചതൊക്കെ നടക്കുമോ എന്ന സംശയത്തിലാണ്. ഏതൊക്കെ? ഏറ്റവും പ്രധാനമായി ഒരാശയേ ഉള്ളൂ. അതെന്താ? ചോദിക്കുന്ന ആൾക്കറിയില്ലേ? പിന്നെന്താ നടക്കുമെന്ന് സംശയം തോന്നാൻ? അറിഞ്ഞൂടാ. അഴുത്തമുണ്ടോ? എന്താണെന്നേ അറിഞ്ഞൂടാ. മാറാത്ത രോഗം വല്ലതും? പകരുന്ന സൂക്കേടെന്തെങ്കിലും? ഏയ് ഇല്ല. ഭാര്യയും കുട്ടികളൊന്നും ഇല്ലല്ലോ? ഉണ്ടാവണം. എങ്കിൽ എന്നെ നടക്കുമെന്ന് വിശ്വസിച്ചോളൂ. എവിടെങ്കിലും കാണും. നോക്കാം. അതാ നോക്കി, അതാണ് പുള്ളി. എന്റെ ഒന്നാശാനെ, ഒന്നേ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. ആളെ നമുക്ക് തനിയെ കൈ കിട്ടും. അപ്പൊ പെരുമാറാം. ഇപ്പൊ തന്നെ കൊടുക്കേണ്ടതാ. അയ്യോ, പിന്നെ താൻ പറയുന്നുണ്ടൊന്നും ചെയ്യുന്നില്ല. ഒരു പെണ്ണ് കൂടെ ഉള്ളതാ. ആള് കൂടിയാ നമുക്ക് അപേക്ഷ. പ്രത്യേകിച്ച് പെണ്ണ് അവന്റെ ഭാഗമേ നിൽക്കും. നമ്മള് ഏതായാലും ആദ്യം അവനെ ഉരുട്ടണം. പിന്നെ അവൾ എന്റെ കൈ വരും. അപ്പൊ അവളെ ഉരുട്ടാ. ഗുഡ് ഐഡിയ. നമുക്ക് ഇപ്പൊ സ്ഥലം വിടാം. തക്ക നോക്കി വരാം. അപ്പ രക്ഷപ്പെട്ടു. എന്തൊരു മഴ. നമുക്ക് അസുഖം പോയി നോക്കാം. ഏതെങ്കിലും ഭാഗ്യവമുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഷീല, 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 ഷീല. തണുപ്പുള്ള ഈ സായം സന്ധ്യയിൽ
ആൾത്താമസമില്ലാത്ത ഈ ബംഗ്ലാവിനകത്ത് ഞാനും നീയും മാത്രം. कमरे में बंद हो और चाबी खो जाए, हम तुम एक कमरे में बंद हो और चाबी खो जाए, आगे हो घनघोर अंधेरा, मुझे डर लगता है। पीछे कोई डाकू लुटेरा, क्यों डरा रहे हो? आगे हो घनघोर अंधेरा, पीछे कोई डाकू लुटेरा, ऊपर भी जाना हो मुश्किल, नीचे भी आना हो मुश्किल, सोचो कभी ऐसा हो तो क्या हो, सोचो कभी ऐसा हो तो क्या हो, हम तुम कहीं को जा रहे हैं और रास्ता भूल जाए, हम तुम कहीं को जा रहे हो और रास्ता भूल जाए, ഞാനല്ലോ സമാധാനം പറയേണ്ടത്. എന്റെ പൊന്നു സാറേ, ഒരുത്തൻ നന്നാവുന്നത് കണ്ടാ പിടിക്കാത്ത കുറെ കുടുംബങ്ങളൊക്കെയുണ്ട് ഇവിടെ. അവന്മാരുടെ വേലയാ. ആയിരിക്കാം, എന്നാലും ഞാൻ സമാധാനം ബോധിപ്പിച്ചേ മതിയാവൂ. കസ്റ്റഡിയിരിക്കുന്ന ഒരു ബലാത്സംഗ കേസിലെ പ്രതിയെ വിട്ടയക്കെന്ന് പറഞ്ഞാൽ മൂളേന്നുള്ള വിളിയല്ലയോ, എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്ത് സമാധാനം എഴുതാനാ? എഴുതിയേ മതിയാവൂ. ഏതായാലും തനിക്കെതിരെ കാര്യമായ തെളിവുകളൊന്നുമില്ലല്ലോ. അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ആ, എന്നാ പിന്നെ പേടിക്കാനൊന്നുമില്ല. സാർ, എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്നെപ്പറ്റി വരുന്ന ഈ ആരോപണങ്ങളെല്ലാം ശുദ്ധ നുണയാണെന്ന് സാറങ്ങ് തട്ടിയേക്കണം. പ്രത്യേകിച്ചും ആ കുമളി കേസ്. അങ്ങനെ എഴുതാൻ പറ്റില്ല. നിങ്ങളെ പറ്റിയുള്ള ആരോപണങ്ങൾ ശരിയാണെന്ന് തോന്നുന്നില്ലെന്നും അതേപ്പറ്റി സ്റ്റേഷനിലാരും കംപ്ലൈന്റ് എഴുതി കൊടുത്തതിലും മാത്രം എനിക്ക് എഴുതാൻ പറ്റൂ. മതി, ഇത്രയും ഒന്ന് സ്ട്രോങ് ആയിട്ട് എഴുതിയേച്ചാ മതി. ഡിപ്പാർട്ട്മെന്റ് അല്ലേ, വിശ്വസിച്ചോളും. വിശ്വസിപ്പിക്കലല്ല കൃഷ്ണപിള്ളെ പ്രധാനം. വിശ്വസിപ്പിച്ച് ഏൽപ്പിച്ച ജോലി കടുകിട പിഴയ്ക്കാതെ ചെയ്തു തീർച്ചുകൂടി വേണം. ആ ശരി, താൻ പോയിക്കോ, ഞാൻ എഴുതിക്കോളാം. ഇത് മുഴുവനും ആ മന്ത്രി ഏമാന്റെ വേലയായിരിക്കും. ചിരിക്കാതെ പിന്നെ ഞാൻ കരയണോ? എങ്ങനെയാണ് ആ ജോലി പോയത്? രാഷ്ട്രീയ കയ്യാങ്കളി എന്നുവെച്ചാ 10 വയസ്സായ ഒരു കൊച്ചു പെണ്ണിനെ ബലാത്സംഗം ചെയ്ത് ഒരുത്തനെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. എസ് ഐ അദ്ദേഹം പറഞ്ഞു നല്ലവണ്ണം പെരുമാറി അകത്താക്കാൻ. പെരുമാറി കൊന്നായിരിക്കും. ഒന്നില്ല. എടാ, ഞാൻ ഭഗവാനെ മുൻനിർത്തിയേ എന്തും ചെയ്യും. പലരെയും ഇടിച്ച് ഞാൻ കൂമ്പ് കലക്കിയിട്ടുണ്ട്. പക്ഷെ ഇടിക്കുന്നതിന് മുമ്പ് ഭഗവാനെ എന്ന് വിളിച്ചിട്ടേ ഞാൻ ഇടിക്കൂ. ഇന്നുവരെ എന്റെ കസ്റ്റഡിയിലിരുന്ന് ഒരുത്തനും ചത്തിട്ടില്ല. പിടിച്ചെന്നേ ചാവൂ. എന്തൊരു കൈപ്പുണ്യം. ഞാൻ കാര്യം പറയട്ടെ, ബലാത്സംഗക്കാരനെ അകത്താക്കിയതും CI ഏമാന്റെ ഫോൺ വിടാൻ, DYSP ഏമാന്റെ ഫോൺ വിടണ്ട, കമ്മീഷണർ ഏമാന്റെ ഫോൺ വിടാൻ, IG ഏമാന്റെ ഫോൺ വിടണ്ട, മന്ത്രി ഏമാന്റെ ഫോൺ വിടാൻ ഞാൻ എന്ത് ചെയ്യും? രാഷ്ട്രീയക്കാരൻ പറയുന്നത് കേൾക്കണോ, മേലുദ്യോഗസ്ഥൻ പറയുന്നത് കേൾക്കണോ? നിലനിൽപ്പാണ് പ്രശ്നമെങ്കിൽ മേലുദ്യോഗസ്ഥന്മാര് പറയുന്നത് കേൾക്കണം. അല്ല, പട്ടിണി കിടന്ന് ചാവണ്ടെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരൻ പറയുന്നത് കേൾക്കണം. ഞാൻ പട്ടിണി കിടന്ന് ചാകണ്ടെന്ന് തീരുമാനിച്ചു. എനിക്ക് തൊപ്പി തരണ്ടെന്ന് അവരും തീരുമാനിച്ചു. രാഷ്ട്രീയക്കാരൻ പറഞ്ഞത് കേട്ടു എന്നർത്ഥം. അതെ. കരയാതെ. ഈ മീശയും കരച്ചിലും തമ്മിൽ ഒരു ചേർച്ചയില്ല. മീശ കളഞ്ഞിട്ട് വന്ന് കര. ഇന്ന് ചൊവ്വാഴ്ചയാ, ബർബർഷോപ്പ് തുറക്കൂല. കരയാതെ. എന്നാ അണ്ണന് ഞാൻ ഒരു ജോലി തരാം, എന്റെ പാർട്ട്ണറായിട്ട്. പിത്താക്കരടിയും ബ്രോക്കർ എവിടെയും ചെയ്തതിനേക്കാൾ ആത്മഹത്യ ചെയ്ത് ചാവുന്നതാണോ നല്ലത്? എന്നാ ആത്മഹത്യ ചത്തിട്ട് വാ,
ഞാൻ ജോലി തരാം. ഞാൻ എന്ത് വേണം എന്റെ ഓമനക്കുട്ടാ? ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പോലീസ് എന്ന് വിളിക്കുമ്പോ ടി വിയിൽ കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്ന പോലെ ഭഗവാൻ കൃഷ്ണപിള്ള പ്രത്യക്ഷപ്പെട്ടാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഇത്രയുള്ളൂ? ഞാൻ ഏറ്റു. എന്റെ കുടുംബത്തിനെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ചാ മതി. പല കുടുംബങ്ങളെയും രക്ഷിക്കുന്നവനാ ഞാൻ. ഭാര്യ മരിച്ച ഭർത്താക്കന്മാർക്ക് രക്ഷ, ജോലിയില്ലാത്ത പെൺകുട്ടികൾക്ക് രക്ഷ, പലർക്കും പട്ടിണിയിൽ രക്ഷ, കൂട്ടത്തിൽ എനിക്കും രക്ഷ. ഒരു വിധത്തിൽ ഞാൻ പലർക്കും ഉപകാരമേ ചെയ്തിട്ടുള്ളൂ. വിവരമില്ലാത്തവർ അതിനെ കൂട്ടിക്കൊടുപ്പ് അഥവാ മാമൻ എന്ന ഓമന പേരിലാണ് ഈ ഓമന കുട്ടനെ വിളിക്കുന്നത്. അണ്ണാ, ചോരയില്ലാത്ത വർഗം. അണ്ണൻ വാ. അറിഞ്ഞുകൂടുന്ന് അനിയത്തി പറഞ്ഞപ്പോഴാണ് കോപം വന്നത്. അപ്പൊ തന്നെ ഇറങ്ങിപ്പോവാനും പറഞ്ഞു. അവൻ ശരീരം മാത്രമേ വലുതായുള്ളൂ, മറ്റെല്ലാം തീരെ ചെറുതാ. എന്നെ മുഖത്തോട് മുൻ നേരിടാൻ അവന് ധൈര്യം പോരാ. ഏതായാലും ഞാനില്ലാത്ത സമയത്ത് ഉന്നീഷ് അല്പം ശ്രദ്ധിക്കണം. അവൻ നീ ഒന്നുകൂടുന്നില്ലല്ലോ. ഞാനിവിടെ ഉള്ളപ്പോൾ അയാളുടെ ഒരു വേലയും നടക്കില്ല. എന്റെ തിരമേ കാണിക്കൂ. ഒരു ഇരപ്പാളിയോടാണ് ഏറ്റുമുട്ടുന്നെന്ന് ഓർമ്മ വരും. അവന്റെ മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എനിക്കാവും. നിങ്ങൾക്കാവുമോ എന്നെ സംശയം. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞ ഫയൽ ശരിയാക്കി. സർ, നാളെ വാങ്ങിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. എന്നാലും ഇങ്ങനെ നാണമില്ലാത്ത മനുഷ്യനുണ്ടല്ലോ. അയാൾക്ക് എന്ത് നാണം? റൗഡിസം കാണിച്ച് നടക്കലല്ലേ ജോലി. പക്ഷെ എന്റെയും ചേട്ടന്റെ അടുത്ത് അതൊന്നും വിലപ്പോവില്ല. രണ്ടെണ്ണം പൊട്ടിച്ചു കൊടുക്കേണ്ടതാ ഈ തരം തെമ്മാടിത്തരത്തിന്. അതെന്തായാലും ഏറെ താമസിയാതെ വാങ്ങിക്കുമെന്നത് തീർച്ചയാ. വിജയനറിയോ, മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്റെ ജീവിതം തന്നെ വിജയന് തീരെഴുതി കൊടുത്തതാ. സൗകര്യം കിട്ടുമ്പോ ഞാൻ ചേട്ടന്റെ അടുത്ത് സൂചിപ്പിക്കട്ടെ? ഇപ്പൊ വേണ്ട. എന്റെ ഇഷ്ടത്തിന് ചേട്ടൻ എതിര് നിൽക്കാറില്ല. എന്നാലും സമയമായിട്ടില്ല എന്ന് ഒരു തോന്നൽ. എങ്കിൽ ആവുമ്പോ പറയാം. ഇന്നെന്താ ലാത്തിയൊന്നുമില്ലേ? ഒന്നും ഒരേപോലെ ആവുന്നിട്ട് രജനി. എന്നാലും ഇന്നിത്തിരി ഗൗരവം കൂടിയിട്ടുണ്ടല്ലോ. സമയവും സന്ദർഭം അനുസരിച്ച് മനുഷ്യന് ഭാവം മാറില്ലേ? ശരി, വാസു വന്നിരുന്നല്ലേ? ചേട്ടൻ എങ്ങനെ അറിഞ്ഞു? അറിഞ്ഞു. അതേതായാലും നന്നായി. അവൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായില്ല. അവന്റെ പോക്കിരിത്തരമൊന്നും നിന്റെ അടുത്ത് ചെലവാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും സ്വല്പം സൂക്ഷിക്കണം. എന്നെ കണ്ടാൽ അവൻ ഒഴിഞ്ഞു മാറുകയുള്ളൂ. തിരഞ്ഞു നടക്കാൻ എനിക്കൊരു സമയമില്ല. അതുകൊണ്ട് പുറത്തിറങ്ങിയാണെങ്കിൽ കരുതി വേണം നടക്കാൻ. ശരി ചേട്ടാ. പേടിക്കാനൊന്നും ഉണ്ടായിട്ടല്ല, ഒരു പ്രിക്കോഷൻ എന്ന് എനിക്ക് പറഞ്ഞു. ആ, നീ ഊണി വെച്ചോ? എങ്കിൽ കഴിച്ചോളൂ. വൈകിയതുകൊണ്ട് ഞാൻ 10:50 പറഞ്ഞേ. അത് കോളേജിനടുത്ത് വെച്ച്, ഇത് വീട്ടിനടുത്ത് വെച്ച് 2.5 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നില്ലേ? കിലോമീറ്ററിന് 10 രൂപ വാക്കിംഗ് ചാർജ്. അപ്പൊ 2.5 കിലോമീറ്ററിന് 25 രൂപ. 50 റുപ്പീസ് പ്ലസ് 25 റുപ്പീസ് ഈക്വൽ 75 റുപ്പീസ്. അതിങ്ങ തന്നെ 25 റുപ്പീസ് കൊടുത്തു. ആ ബുക്കിംഗ് തന്നെ എന്റെ ഇരിക്കട്ടെ. ഇത് തിയറി അല്ല, പ്രാക്ടിക്കലാ. ബാ, മാല ഉണ്ടല്ലോ. ആ ബാ, ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. ആ, പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ. പോ, പാവം പൊക്കോ. തന്നെയാ ഇതെന്തിന്? എന്താ തിരക്കുന്നത്? ഭയാണോ? സന്തോഷം വരുമ്പോ എനിക്ക് അല്പം വിറയ്ക്കും. എന്താ പേര്? പേരും ജീവചരിത്രമൊക്കെ പറയണമെങ്കിൽ അതിന് പ്രത്യേകം കാശ് തരണം. തരാ. പേര് പറയുന്നതിന് എത്ര ചാർജ്? വെറും 5 രൂപ. ഇനി പേര് പറയും. സുശീല. നല്ല പേര്. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? ഓ, അതിനെന്താ ചേട്ടാ. ഭഗവാനെ, കൃഷ്ണ. നമസ്കാരമുണ്ട് കൃഷ്ണ. നീ വന്നേ. കൊരക്കരുത്, കൊലക്കരുത്. വേഗം ചെല്ലാം. പട്ടാ പകൽ അവിത വെച്ചോടാ. ഈടാ കൊച്ചു റാസ്കൽ, നിന്റെ അമ്മയുടെ പ്രായമില്ലോടാ. വേണമെങ്കിലായിട്ട് തല്ലിക്കോ, അനാവശ്യം മാത്രം പറയരുത്. ഓ, അമ്മയുടെ പ്രായം പോലും.
എടാ നിന്റെ മോടെ പ്രായമല്ലയോടാ ഉള്ളൂ ഈ കൊച്ചിന്. നാളെ ആ സ്റ്റേഷനിലേക്ക് നിന്നെ ഞാൻ IPC ആദ്യം വേണ്ട കുഴിയടാ കുഴിയടാ. ഭഗവാനെ 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 മകളാ. റാസ്കൽ. അതിനൊന്നും ചെയ്യല്ലേ, എന്റെ പൊന്നു സാറെ രക്ഷിക്കണം. ഞാൻ ആദ്യമായിട്ടാ ഒരു തെറ്റ് ചെയ്യാൻ വന്നത്. സാറേ, പയ്യൻ ആദ്യമായിട്ടാ. വല്യ വീട്ടിലെ ചെക്കനാ, അബദ്ധം പറ്റി പോയതാ. സാറ് കേസ് ചാർജ് ചെയ്യല്ലേ. ഇങ്ങോട്ടൊന്നേ എന്തെങ്കിലും സംതിങ് കൊടുത്ത് ഒതുക്ക്. ഇല്ല നീ ഞാനും അകത്താ. ചേട്ടൻ തന്നെ കൊടുത്തേക്കും, എന്റെ കയ്യിലതേ ഉള്ളൂ. അല്ലാണ്ട് അനിയൻ തന്നെ കൊടുത്തോ. ഇന്നോ സാറേ. എന്തോന്നായ കൈക്കൂലിയോ? എടാ ഞാൻ ഇന്ന് വരെ ഈ കൈ നീട്ടി കൈക്കൂലി മേടിച്ചിട്ടില്ലടാ. കളങ്കം പുരളാത്ത കൈകളാണടാ ഇത്. മിസ്റ്റർ ക്ലീൻ. ഭഗവാനെ, നീ എന്നെ പരീക്ഷിക്കുകയാണോ? ഈ പകലോട്ടിട്ട് പൊക്കോ. എക്സ്ക്യൂസ് മീ, Yes, ശീലല്ലേ? നിങ്ങൾ മിസ്റ്റർ വിജയല്ലേ? അതെ. ഷീല ചേട്ടനോട് ഒരു വിസിറ്റിന് പോയിരിക്കാം. വരാൻ അല്പം വൈകും. ഐ സി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഒന്നുമില്ല, ഞാൻ വന്നിരുന്നു പറഞ്ഞാൽ മതി. പോട്ടെ. ശരി. കിട്ടിയത് എന്റെ ഭാഗ്യം. അത് ഞാനാ പറയേണ്ടത്. ഇപ്പോൾ അവളെ എനിക്ക് വേണമെന്നേ ഇല്ല. അവനെ ഒരു വഴിക്കാക്കിയല്ലാതെ എനിക്ക് ഉറക്കം വരില്ല. അതേപോലെ എന്നെ കൊച്ചാക്കി അവളെയും ഞാൻ വെറുതെ വിടില്ല. ഈ വാശി എന്നും ഉണ്ടായാൽ മതി. എന്നും നമ്മൾ ജയിച്ചു. ചേട്ടൻ പറഞ്ഞിട്ടും കൂട്ടുകാരി ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കുന്നത് നല്ലതാണോ? അവളെ നോക്കാൻ മാത്രം തന്റെ ഇടം അവൾക്കുണ്ട്. ഏതായാലും ആ റാസ്കലിന്റെ അന്നത്തെ പെരുമാറ്റം എനിക്കൊട്ടും പിടിച്ചില്ല. എന്റെ കണ്ട് കൊടുക്കാമായിരുന്നില്ലേ? കൊടുക്കാമായിരുന്നു, പക്ഷെ അതിനു മുമ്പ് അവൻ തന്നെ ഇറങ്ങിപ്പോയി. അതുപോട്ടെ, ഇനി എത്ര കാലമാ ഈ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനം? കനിയേണ്ട ആൾ കനിഞ്ഞാൽ എത്രയും പെട്ടെന്ന്. കനിയണമെങ്കിൽ കാണേണ്ടവരെ കാണേണ്ട മുറയിൽ കണ്ടേ പറ്റൂ. ഞാൻ എപ്പോ വേണമെങ്കിലും തയ്യാർ. സാധനം ഒറിജിനലാണോ? ഒറിജിനൽ കഞ്ചാവാ. അട്ടപ്പാടി സാധനമാ. അടിച്ചാ പോസ്റ്റേ കയറും. ഇതിന് പോസ്റ്റേ കയറി പറ്റാന്നൊരു പേരുണ്ട്. പക്ഷെ വേറൊരു വെറൈറ്റി ഉണ്ട്, കോഞ്ഞാണി. അധികം വെക്കില്ല. പച്ചയാണോ ഉണക്കയാണോ? പച്ചയ്ക്കാണ് വീര്യം കൂടുതൽ. പക്ഷേ സ്വപ്പ വില കൂടും. ഒരു ഒതിക്ക് 10 രൂപയാവും. ഓ, അതല്പം കൂടുതലാണല്ലോ. ഓഹോ, നനിയമാരി പൊക്കോ. 10 രൂപയ്ക്ക് കപ്പലിന്റെ മേടിച്ച് ഞാൻ. എടാ, വില നോക്കണ്ട, നല്ല സാധനമാണെന്നാ പറഞ്ഞേ. തനിക്ക് വിവരമുണ്ട്. ഇവിടെ വെച്ച് വേണ്ട, നമുക്ക് അങ്ങോട്ട് നീങ്ങാം. വാ. ഇത് കൈനീട്ടമാണ് കേട്ടോ. ഭഗവാനെ കൃഷ്ണ. അന്നെന്റെ ലാഭൂതം പിടി. എവിടുന്ന് അടിച്ചെടുത്തടേ? അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. എന്നാലും നമ്മൾ തമ്മിലല്ലേ, ഒന്നെണ്ണി നോക്കാം. കൈയുടെ കൈയുടെ കഞ്ചാവ് കച്ചവടം. കഞ്ചാവ്? ബ്ലഡ് റാസ്കൽ, നിനക്ക് എവിടെ കിട്ടിയ കഞ്ചാവ്?
ഞാൻ ഒരു നിമിഷം സർവീസിലാണെന്നോർത്തു പോയി. എന്റെ പൊന്നോമന ക്ഷമിക്ക്. നിനക്ക് എവിടുന്നാ ഓമനെ കഞ്ചാവ്? കഞ്ചാവോ? ഏത് കഞ്ചാവ്? സഞ്ചിയിലെ കഞ്ചാവ്. സഞ്ചി കഞ്ചാവില്ല. ഞാനൊന്ന് നോക്കട്ടെ. നോക്കിക്കോ. സഞ്ചി കഞ്ചാവില്ലല്ലോ. സഞ്ചി കഞ്ചാവില്ല. എന്നെങ്ങനെ? ജീവിക്കാൻ ബുദ്ധിയാണ് ആവശ്യം. ഞാനത് പ്രയോഗിച്ചു. കഞ്ചാവ് കൊടുക്കാന്ന് പറഞ്ഞ് കാശ് മേടിച്ചു. കഞ്ചാവിന് സഞ്ചി കൈയിട്ടു. കൈയോടെ പോലീസ് വന്നു. പിള്ളേര് പോയി. കാശ് നമ്മുടെ കയ്യിൽ. എന്തൊരു ബുദ്ധി! അണ്ണനില്ലാത്ത കാര്യത്തെ പറ്റി സംസാരിച്ച് സമയം കളയുന്നതിന് അതെ, നമുക്ക് വേറെ ബിസിനസ് നോക്കാം. പാ. ബുദ്ധിമുട്ടായോ? ഇല്ല. കിടന്നിട്ട് ഉറക്കുന്നില്ല. വെളിച്ചം കണ്ടപ്പോ ഇവിടുന്നാണെന്ന് മനസ്സിലായി. അല്പനേരം സംസാരിച്ചിരിക്കാനാണ് കരുതി. സംസാരിക്കാലോ. വല്ലാത്ത തണുപ്പല്ലേ? അതെ, ഈ സീസണിൽ ഇവിടെ എങ്ങനെയാണ്? കല്യാണം കഴിച്ചവർക്കിപ്പോ ഇവിടെ സ്വർഗമാണ്. ഞാൻ പറഞ്ഞ ശരിയല്ലേ? അതെ. തണുപ്പ് അറിയില്ലല്ലോ. അതെ. കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ല. എങ്കിൽ സമയത്തന്നെ നോക്കിക്കോളൂ, അല്ലെങ്കിൽ തണുപ്പ് സഹിക്കാൻ വയ്യാതാവും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വിജയ് ഇപ്പോഴും റെസ്പോൺസിബിൾ ആണല്ലോ. ആയിരിക്കാം. പക്ഷെ ഇറസ്പോൺസിബിൾ ആയിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ എത്രയോ സംഭവങ്ങൾ കഴിഞ്ഞ കാല ജീവിതത്തിലുണ്ടാവും. Forget about the past. ഇപ്പോഴായി എനിക്ക് ഭയം അല്പം കൂടിയിട്ടുണ്ട്. അവനിവിടെ ഉള്ളതുകൊണ്ടാണോ? അല്ല, വിധിയെ കുറിച്ച് ആലോചിക്കുമ്പോഴാ. വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ല ശീലേ. അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ പറ്റൂ. ശരിയാണ്. ഒന്നിച്ചാകുമ്പോ ഏതാഘാതവും ചിരിച്ചുകൊണ്ട് നേരിടാൻ എനിക്കാവും. എനിക്കും. വിധി നേരം കുറെ ആയെന്ന് തോന്നുന്നു. ചേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇല്ലെന്നറിയുമ്പോ വിഷമിക്കും. എങ്കിൽ വരൂ, നമുക്ക് പോവാം. നോക്കാശാരെ ആശാന്റെ കേസ് കിട്ടി നിങ്ങോട്ട് അവൻ വിലസുന്നേ. ആശാനെ, ഈ വണ്ടി ഒന്ന് മാറ്റിക്കൂടെ? മാറ്റാൻ മനസ്സില്ല. തൽക്കാലം ഞാൻ പോകുന്നു. നമുക്കിനിയും കാണേണ്ടി വരും, എത്രയും വേഗം. തടി വീരം താണ്ട കിടക്കുന്നേ. മിടുക്കൻ.
അവൻ ആ. അവൻ എത്ര എളുപ്പം ആശാനെ തറവറ്റിച്ച് കളഞ്ഞു. പഴുത്ത കൂഴച്ചക്ക താഴെ വീണ ശബ്ദമായിരുന്നു. അത് കള, എന്റെ കൈ ഒന്ന് ശരിയാവട്ടെ, എന്നിട്ടാവാം ബാക്കി. അന്നൽപ്പം ഫിറ്റായതുകൊണ്ട് അടി പതറിയതാ. അത് ഞാൻ കണ്ടതല്ലേ. അടി തെറ്റിയാൽ ആനയും വീഴുവെന്നല്ലേ. ഈ തടിയും വണ്ണവും കൊണ്ടൊന്നും ഒരു കാര്യമില്ല ആശാനെ. എന്നാൽ അവന്റെ ഒരു മെയ് വഴക്കമേ. ഒന്നും ഉണ്ടായിരിക്കണ മെയ് വഴക്കം, ഒലക്കപ്പണ്ണാക്ക് പോണായിരുന്നു. 8 അടി 1 അടിയായി. ഏതായാലും വിജയനൊന്നും പറ്റിയില്ലല്ലോ. ഏയ്, വായുന്നൽപ്പം ചോര പോയി, അത്രേ ഉള്ളൂ. അവനൊരു ചെറ്റിയാ, എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. ഇനി സൂക്ഷിച്ചേ നടക്കാവൂ. ഇവനെയൊക്കെ പേടിച്ച് നടന്നാ പിന്നെ ആണെന്ന് പറഞ്ഞു നടന്നിട്ട് എന്താ പ്രയോജനം? വാ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. വാ. ചേട്ടാ, ഭഗവാനേ, എന്ത് ഭക്ത നമസ്കാരം. അകത്തോട്ടു മര്യാദയ്ക്ക് കഥ തുറന്നില്ലെങ്കിൽ ആടിച്ചതിന്റെ ആസ്തിയാർ പോലും ബ്ലഡി ഫൂൾ. അവൻ എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? എന്താണ് തുറച്ചു നോക്കുന്നത്? അല്ല, പിന്നെ ചായയോ കാപ്പിയോ ബീഡിയോ സിഗരറ്റോ മുറുക്കാനോ വല്ലതും വേണമെന്ന് ചോദിച്ചിട്ട് പോകാമെന്ന് കരുതി. ഒന്നും വേണ്ട, ശല്യപ്പെടുത്താതെ പോടാ പോടാ. അലക്കിയോ? അതൊക്കെ അതിനു മുമ്പേ ഞാൻ ഓടിക്കളഞ്ഞു. ശരിക്ക് കിട്ടിയത് ഒന്നും തന്നില്ലേ? കിട്ടാതെ അവർക്ക് വലിയ വിഷമം തന്നെ അല്ലൂടാ. അവന്റെ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ പിന്നെ ആരെയൊന്നും വാങ്ങിക്കേണ്ടി വരില്ലായിരുന്നു. അണ്ണൻ ഇങ്ങൊരു പേടിത്തൊണ്ടനായി പോയല്ലോ. അവൻ ഈ തടി മാത്രമേ ഉള്ളൂ. അണ്ണൻ ഒന്നും വെച്ച് വരട്ടെ. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് നിനക്ക് തീരെ സഹിക്കുന്നില്ലല്ലോടാ. ഇക്കണക്കിന് നമ്മുടെ മാർ വെച്ച് അവസാനിപ്പിക്കുന്നതാ നല്ലത്. എനിക്ക് എന്റെ പിള്ളേരെ കാണണം. സ്വന്തം പിള്ളേരുടെ കാര്യമാണോ? പിന്നെ നാട്ടുകാരുടെ പിള്ളേരുടെ കാര്യമാണോടാ പറഞ്ഞത്? പോടാ. ഐഡിയ കൊള്ളാം, പക്ഷെ നടപ്പിലാക്കുന്ന കാര്യമാണ് പ്രശ്നം. അതിനാരോടോ ബുദ്ധി ഉപയോഗിക്കേണ്ടത്? അതെ, അതിവിടെ ആർക്കാ ഉള്ളത്? എന്തെങ്കിലും വഴി തോന്നുന്നുണ്ടോ? ഇന്നലെ മുഴുവൻ ഞാൻ ആലോചിച്ച ഇത് തന്നെയാണ്. അവസാനം ഒരു വഴി കണ്ടെത്തി. ഓമനക്കുട്ടൻ അവർ ഉള്ള സ്ഥലത്ത് പോയി രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ഫോട്ടോ സംഘടിപ്പിക്കണം. എന്നിട്ട് അത് വെച്ച് അവളെ വെട്ടി വീഴ്ത്തണം. അതവളുടെ ചേട്ടനെ കാണിക്കുമെന്നും പത്രത്തിൽ കൊടുത്ത് വക്കീലിന്റെ അഴിഞ്ഞാട്ടം എന്നൊരു ലേഖനം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് വിരട്ടിയാൽ വീഴാതിരിക്കില്ല. അവളുടെ മാനം പോകുന്ന കേസല്ലേ. അതൊക്കെ ഞാൻ ഏറ്റു. ബെസ്റ്റ് ഐഡിയ. എങ്കിൽ എത്രയും വേഗം പാർട്ടീസിനെ പെട്ടിയിലാക്കി ഞാനിങ്ങ് കൊണ്ടുവരാം. കഴിഞ്ഞ ഉണക്കി നമുക്കൊരു താങ്ങ് താങ്ങാം. എന്നാൽ ഇന്ന് തന്നെ ശ്രമിച്ചു തുടങ്ങ്. അവനുള്ള സ്ഥലമൊക്കെ ചേട്ടനറിയാമല്ലോ. പാമ്പിനെ അതിന്റെ മാളത്തിൽ കാണുന്ന പോലെയാണ്. ഇവർക്കൊക്കെ അവരുടേതായ മാളങ്ങളുണ്ട്, അവിടെ പോയി തരാം. ആ, എന്നാ ഇന്ന് തന്നെ പുറപ്പെടും. ഫിലിമാക്കി ഒരു 10 rupees തരൂ. ആട് കിടന്നെടുത്ത് കൂടെ പോലും കാണാനില്ല. നിന്നെ കാണാൻ. ഞാനിപ്പോ ചേട്ടനെ വിളിക്കും. വേല കയ്യിലിരിക്കത്തെ മോനെ. അവൻ പോകുന്നത് കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് കയറിയത്. ഇത് നല്ല തമാശ. അവിടെ കണ്ടോ ഒരു പഞ്ചാരക്കുട്ടപ്പനുമായി തുള്ളിയിരിക്കുന്ന അവൾ ഇവിടെ നിന്ന് വിളിച്ചാൽ എങ്ങനെ കേൾക്കാനാ മോളെ? ഏതായാലും നിന്നെ ഞാൻ വിടാൻ ഭാവില്ല. താൻ വിചാരിച്ച ഒരു ചുക്കം നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ പറ, നടക്കുമോ? നിങ്ങൾക്കിത് എവിടുന്ന് കിട്ടി? കിട്ടിയത് എവിടുന്നോ ആവട്ടെ, വരുന്നത് എവിടെയാണെന്നറിയാമോ? പത്രത്തിൽ പെൺവക്കീലിന്റെ അഴിഞ്ഞാട്ടം, വെണ്ടയ്ക്ക അക്ഷരത്തിലാ തലക്കത്ത്. അത് കാണുമ്പോ നിന്റെ ചേട്ടന്റെ മീശ കീഴോട്ട് തൂങ്ങും.
നാട്ടിലെന്റെ പൊന്നുമോക്ക് തല നിവർത്തി നടക്കാനാവില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ആ അങ്ങനെ വഴിക്കുവാ. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം, അതും ഒരൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച്. ഇവിടെ വെച്ച് തന്നെ ആയിക്കോളൂ. അത് വേണ്ട, എനിക്ക് സൗകര്യമുള്ള സ്ഥലം ഞാൻ ഫോണിൽ വിളിച്ചു പറയും. അവിടെ വന്നാൽ നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ നാളെ രാവിലെ 10 മണിക്ക് ഞാൻ വിളിക്കും. ഫോണിന്റെ അടുത്ത് തന്നെ ഇരുന്നാൽ മതി. ഓക്കേ? ഭയപ്പെടുകയൊന്നും വേണ്ട, ഇവിടെ വേറെ ആരുമില്ല. എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാ പറയണം. എന്നിട്ട് ആ ഫോട്ടോ എനിക്ക് തിരിച്ചു തരണം. അത്ര എളുപ്പം പറഞ്ഞു തീർക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ എത്തി. ഇനിയാണ് മര്യാദ കാണിക്കേണ്ടത്. നല്ല തമാശ. എന്നെ തെണ്ടി മര്യാദ കെട്ടവൻ എന്നൊക്കെ വിളിക്കുന്ന നീയും നിന്റെ ചേട്ടനും എന്റെ അടുത്ത് നിന്നും മര്യാദ പ്രതീക്ഷിച്ചതേ വിഡ്ഢിത്തം. അപ്പൊ നിങ്ങളൊന്ന് വിളിച്ചത് കല്യാണം കഴിക്കണമെന്ന് പറയാനല്ല, കണ്ടവന്റെ കൂടെയൊക്കെ അഴിഞ്ഞാടി നടക്കുന്ന ഒരു പെണ്ണിനെ ഭാര്യയായി കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്ന ഒരു മോഹത്തിന് വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും നിന്നെ അനുഭവിക്കണമെന്ന ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. മാറാം, എന്റെ ആഗ്രഹം സാധിച്ചതിന് ശേഷം. ഇവിടെ ആരുമില്ലാത്തത് കൊണ്ട് ഇത് നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയൂ. ആ പിന്നെ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. വഴങ്ങിത്തന്നാൽ നിനക്ക് നല്ലത്. അല്ല ബലം പ്രയോഗിക്കാനാണ് ഭാവമെങ്കിൽ നിന്നെ കീഴ്പ്പെടുത്താൻ അധിക സമയം വേണ്ടെന്നറിയാമല്ലോ.
പറഞ്ഞത് പോകും. വിജയ്, പോകൂ, പോകാൻ, വേഗം പോകാൻ. ഈ കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച കാരണങ്ങളും തെളിവുകളും പ്രതിയെ കുറ്റവാളിയായി കാണാൻ അപര്യാപ്തവും ദുർബലവുമാണെന്ന് ഈ കോടതി മനസ്സിലാക്കുന്നു. മയക്കുമരുന്നിന്റെ അടിമയായ പ്രതി ജീവിതം വെറുത്ത പോലെ പെരുമാറുന്നതുകൊണ്ട് ഇയാളുടെ പുലമ്പലികൾ പലപ്പോഴും അർത്ഥരഹിതമാവാനാണ് സാധ്യതയെന്ന് മനോരോഗ വിദഗ്ധന്റെ സർട്ടിഫിക്കറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ലോകത്തു നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മരണദണ്ഡന കൊടുക്കാൻ കോടതിയെ നിർബന്ധിക്കുന്ന വിധത്തിലാണ് പ്രതിയുടെ പെരുമാറ്റം. പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ച ഫോട്ടോയിനെ സംബന്ധിച്ചും കോടതിക്ക് ബലമായ സംശയമുണ്ട്. വിജനമായ ആ സ്ഥലത്ത് കൊല നടക്കുന്ന സമയത്ത് എത്തിപ്പെടുന്ന ഫോട്ടോഗ്രാഫറും ആ ഫോട്ടോ അധികാര സ്ഥലത്തേക്ക് ആരാണെന്ന് അറിയിക്കാതെ എത്തിക്കുന്നതും സംശയത്തിനിടം കൊടുക്കുന്നു. പ്രതിയെ കുറ്റവാളിയാക്കാൻ വേണ്ടി അണിയറയിൽ ഒരു ഗൂഢസംഘം കരുക്കൾ നീക്കിയിരിക്കുകയാണെന്ന് കോടതി കരുതുന്നു. പ്രോസിക്യൂഷൻ ഭാഗം സംശയരഹിതമായി പ്രതിയുടെ കുറ്റം തെളിയിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നതിനാൽ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്സ് കുറ്റവാളിക്ക് കിട്ടണം എന്ന നിയമമനുസരിച്ച് ഈ കോടതി പ്രതിയെ നിരപരാധിയാണെന്ന് തീരുമാനിക്കുകയും നിരപരാധിയും വിട്ടയക്കുകയും ചെയ്യുന്നു.